ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അഡീനിയം അഥവാ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ചെടിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു നല്ലൊരു സമയമാണ്, നല്ലൊരു തണുപ്പ് സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ നമ്മുടെ വിത്തുകളൊക്കെ പെട്ടെന്ന് മുളപ്പിച്ച് തൈകൾക്കൊക്കെ നല്ല ഇതുപോലെ വലിപ്പം വെപ്പിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. വീഡിയോ അവസാനം വരെ കാണട്ടോ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഒരു വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ആ തൈ പെട്ടെന്ന് എങ്ങനെ നല്ല തിക്കായിട്ട് വളരും, നല്ല കോഡക്സോടുകൂടി എങ്ങനെ വളരും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ എന്തൊക്കെ വളങ്ങൾ കൊടുക്കാം, ഈ ഒരു സമയത്ത് നന്നായി പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം, അതുപോലെ ഈ ചെറിയ തൈ പെട്ടെന്ന് വലിപ്പം വെക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വിത്തുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 7-10 ദിവസത്തിനുള്ളിലാണ് നമ്മൾ വിത്തൊക്കെ ഇട്ടാൽ മുളയ്ക്കും. അപ്പോൾ വിത്തുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ പറന്നിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. നമ്മൾ ഒരു പച്ച കളർ വരുന്ന സമയത്ത് ഒരു മൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് റബ്ബർ ബാൻഡോ നൂല് വെച്ച് കെട്ടിയിടാം. കാരണം അത് പൊട്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ വിത്തുകൾ പറന്നു പോകും, അപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് കിടക്കും. അപ്പോൾ തന്നെ നമ്മളിത് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വിത്തുകൾ. ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടുള്ളൊരു അരിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇച്ചിരി കട്ടി ഉള്ളതാണ് കറക്റ്റ് വിത്തിട്ട്. അപ്പോൾ എല്ലാ വിത്തിട്ടാലും മുളയ്ക്കത്തില്ല. ഇത് നമുക്ക് ചകിരിച്ചോറിലോ കുറച്ച് മണലിലോ എന്തെങ്കിലും നമുക്കിട്ടിട്ട് അത് മുളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ തൈ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലീവ്സ് സോഫ്റ്റാണ്, അതിനാൽ ഓവർ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ലീവ്സാണ്. ആദ്യത്തെ 15 ദിവസം വളം കൊടുക്കുകയൊന്നും പാടില്ല. നമ്മുടെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ മോർണിംഗ് സൺലൈറ്റിൽ വെക്കുക. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞാലുള്ള ആ കട്ടിയുള്ള ചൂടൊന്നും നമ്മുടെ ചെടിക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ എന്താ പറയുക ആന്തോറിയൊക്കെ വെക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. രാവിലത്തെ മാത്രം സൂര്യപ്രകാശം മതി കേട്ടോ. പിന്നെ ക്ലോസ്ഡ് റൂമിലൊന്നും നമ്മുടെ ഈ വിത്തുകൾ മുളപ്പിക്കാൻ കൊണ്ട് വയ്ക്കാൻ പാടില്ല. പിന്നെ അത്യാവശ്യം രാവിലത്തെ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുക. സ്ട്രോങ് ആയിട്ടുള്ള സൺലൈറ്റ് നമ്മുടെ ചെറിയ തൈക്ക് കിട്ടാൻ പാടില്ല. പെട്ടെന്ന് ആ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് തൈകൾ വളരുന്ന സമയത്ത് നിങ്ങൾ പിടിപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മുടെ കോഡക്സ് നല്ല രീതിയിൽ വലിപ്പത്തിൽ വളരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് 15-20 ദിവസം കഴിഞ്ഞാൽ ഗ്രോത്ത് വേഗം വർദ്ധിപ്പിക്കാനായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കണം. അതായത് നമ്മുടെ ആ ഒരു കോഡക്സ് നല്ല രീതിയിൽ വലിപ്പം വെക്കാനും നല്ല വളർച്ച കിട്ടാനും നമ്മൾ ചെറിയ വളങ്ങൾ ചെയ്ത് കൊടുക്കണം. നമുക്ക് വെർമി കമ്പോസ്റ്റ് വാട്ടർ 1 ടേബിൾ സ്പൂൺ വെർമി കമ്പോസ്റ്റ് പ്ലസ് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് 7-10 ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരിക്കലും നിങ്ങൾ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റും. NPK 19 1 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മോർണിംഗ് സൺലൈറ്റിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു വലിപ്പം വെക്കുമ്പോൾ നമ്മുടെ ചെടി നമുക്ക് പറിച്ചു മാറ്റാം. ഈ ഒരു പൊക്കം വെക്കണം കേട്ടോ. ഇത്രം നമ്മുടെ കോഡക്സിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നല്ല രീതിയിൽ ഉരുണ്ട് കിട്ടണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് നമുക്കിത് മാറ്റി നടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടലാസ് ചെടി ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വേണ്ടവർക്ക് പ്ലാൻസ് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പ്ലാൻസൊക്കെ വാങ്ങിച്ചു തരുന്നു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വയ്ക്കുക, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ അയച്ചു തരുന്നതാണ്. ചെറിയ ചെറിയ തൈകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതുപോലത്തെ മദർ പ്ലാന്റ്സും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ നമ്മൾ ജനുവരി മാസത്തിൽ ഓവർ വാട്ടറിങ്ങൾ വലിയൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ ചെടിയുടെ സോയിൽ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മുടെ ചെടി നനച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു സമയത്ത് തണുപ്പ് സമയമാണ്, അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യമില്ല. ചെടിയുടെ ചോട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നനച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വളം, നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ട് കുറച്ച് എല്ലുപൊടിയും കുറച്ച് കടലപ്പിണ്ണാക്കും കൂടി നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അത് നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് നമ്മുടെ ചെടിയുടെ ചുറ്റുപാടും നിങ്ങൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും. നമ്മുടെ ചെടിയുടെ ചോട്ടിൽ അതായത് ഈ ഒരു സമയമായിട്ടും പൂക്കളില്ല, നീ മുന്നോട്ട് പൂക്കളൊക്കെ തരാനായിട്ട് ഈ ഒരു വളം നല്ലതാണ്. എല്ലുപൊടിയും അതുപോലെ കുറച്ച് ചാരവും പിന്നെ കുറച്ച് കടലപ്പിണ്ണാക്കും, ഇത് 3 കൂടി മിക്സ് ചെയ്ത ഒരു പൗഡറാണ്. ഇത് ഒരു 15 ദിവസം ഇടവിട്ടിട്ട് നിങ്ങൾ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക. ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കോഡക്സിൽ നിന്ന് നീക്കി ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചെടി നനച്ചു കൊടുക്കണം.
ഇത് നല്ല രീതിയിൽ നമ്മുടെ അടീനിയത്തിൽ പൂക്കളുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരൊറ്റ വളമാണ്. അപ്പോൾ കുറേ വളങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ തരും. പൂക്കളില്ലാത്ത ചട്ടിയിലൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെടി ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ചെടിയുടെ ആ ഹോൾസ് ശ്രദ്ധിക്കണം, നന്നായിട്ട് വെള്ളം ഒലിച്ച് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു 15 ദിവസം ഇടവിട്ട് നിങ്ങൾ ഈ വളം കൊടുത്താൽ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ. പിന്നെ നമുക്ക് പ്രൂൺ ചെയ്യുന്ന കമ്പുകളൊക്കെ നട്ട് കൊടുത്താലും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. പലവരും എൻ്റെ വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് കോഡക്സ് ഇല്ലെങ്കിലും പൂക്കളുണ്ടല്ലോ എന്ന്. കോഡക്സ് ഇല്ലെങ്കിലും നമ്മൾ നട്ടു കൊടുക്കുന്ന കമ്പുകളിലൊക്കെ നന്നായിട്ട് പൂക്കൾ തരും. പിന്നെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന ഇലകളും പൂക്കളും അങ്ങനെയുള്ളതെല്ലാം എടുത്ത് മാറ്റണം. നമ്മുടെ ചെടിച്ചട്ടി എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ അഡീനിയം പ്ലാന്റിൽ നല്ല രീതിയിൽ പൂക്കൾ തരുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടണം. കാരണം ഡെസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന മരുഭൂമിയിലെ ഒരു റോസ് എന്ന് അറിയപ്പെടുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ നമ്മൾ ഇതുപോലെ വിത്ത് മുളപ്പിച്ച ഒരു പ്ലാന്റ് ആണ്. അതായത് കണ്ടോ, ഇതുപോലെ നട്ടിട്ട് പെട്ടെന്ന് നല്ല നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നെല്ലിൻ്റെയൊക്കെ ഇങ്ങനെ ഇതില്ലേ, നമ്മൾ നെല്ല് കുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ തോൽഭാഗം അതൊക്കെ നമ്മുടെ ഈ ഒരു അടീനിയത്തിന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ചെടിയിൽ ഈർപ്പം ഇറങ്ങാനും കൂടുതൽ ചെടി അങ്ങോട്ട് ചീത്തയായി പോവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ആ ഒരു മണ്ണ്. അങ്ങനത്തെ ഒരു പോട്ടി മിക്സൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ കേടായിട്ടുള്ള ചെടിയിൽ പോലും ഈ ഒരു വളം കൊടുത്തപ്പോൾ, ഇത് കുറേ വർഷമായിട്ടുള്ളൊരു മദർ പ്ലാന്റ് ആയിരുന്നു, അത് ഏകദേശം നശിച്ചു പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചപ്പോൾ അത് നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട്. പിന്നെ എപ്പോഴും ഇതുപോലെ നമ്മുടെ കോഡക്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇളക്കം കൊടുത്ത് നല്ല അത്യാവശ്യം മണ്ണും വളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ പോട്ടി മിക്സൊക്കെ നല്ല രീതിയിലായാൽ മാത്രമാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുള്ളൂ. പിന്നെ ഓവറായിട്ട് വെള്ളവും ഓവറായിട്ട് വെയിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇലകളെല്ലാം കൊഴിയും. പിന്നെ ഈ ഒരു മാസം ചില പ്ലാന്റ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കും. പക്ഷേ നമ്മൾ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് പിടിച്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അഡീനിയം പ്ലാന്റ്സിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നാടൻ വെറൈറ്റി ആണെങ്കിലും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണെങ്കിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ തരും കേട്ടോ. ജനുവരി മാസത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇനിയുള്ള മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നൊരു സമയമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പൂക്കൾ തരും. അതുപോലെ തന്നെ വിത്തുകളൊക്കെ നല്ല രീതിയിൽ മുളപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.